ഹേയ്, ദുബായിലേക്ക് പുതുതായി വരികയാണോ? ജോലി അന്വേഷിക്കാൻ അല്ലെങ്കിൽ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ദുബായിൽ യാത്ര ചെയ്യാം? ക്ലീൻ, ഫാസ്റ്റ്, സ്മാർട്ട്, അഫോർഡബിൾ ദുബായ്സ് ഫുള്ളി ഓട്ടോമേറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ദുബായ് മെട്രോ. എന്താണ് ദുബായ് മെട്രോയുടെ സ്പെഷ്യാലിറ്റീസ്? പൂർണ്ണമായും ഫുള്ളി ഓട്ടോമേറ്റഡ് ഡ്രൈവർ ഇല്ലാത്ത ട്രെയിൻ സംവിധാനമാണിത്. 2009-2016 കാലയളവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രൈവർലെസ് മെട്രോ നെറ്റ്വർക്ക്. കൂടാതെ 2012 ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇടം പിടിച്ചു. ദുബായിയുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസിനെ ഇത് കണക്ട് ചെയ്യുന്നു. ദുബായ് മെട്രോയിൽ പ്രധാനമായും 2 ലൈനുകളാണുള്ളത്, റെഡ് ആൻഡ് ഗ്രീൻ. ഇതിൽ റെഡ് ലൈൻ ദുബായിലെ മെയിൻ റോഡായ ഷെയ്ഖ് സായദ് റോഡിന് പാരലലായും, ഗ്രീൻ ലൈൻ ദേറ, ബർദുബായ്, ദുബായ് എയർപോർട്ട് എന്നീ സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നു. ഇതിൽ യൂണിയൻ, ബൊർജുമാൻ എന്നീ 2 സ്റ്റേഷനുകളാണ് ഈ 2 ലൈനുകൾക്കും കോമൺ ആയിട്ടുള്ളത്. ദുബായ് മെട്രോ സംവിധാനത്തെ 7 സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. യാത്രക്കിടയിൽ എത്ര സോണുകളിലൂടെ കടന്നു പോകുന്നു എന്നതിനെ അനുസരിച്ചാണ് ടിക്കറ്റ് നിരക്കുകൾ ആകുന്നത്. സിംഗിൾ ജേർണി, അതായത് വൺ സൈഡ് യാത്ര ദൂരം എത്രയുണ്ട് എന്നതിനെ അനുസരിച്ച് മിനിമം 3 ദർഹംസ് മുതൽ 7.5 ദർഹംസ് വരെയാണ് ആവുന്നത്. ദുബായ് മെട്രോ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു നോൾ കാർഡാണ്. ഈ കാർഡ് റീചാർജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ കാർഡ് മെട്രോ സ്റ്റേഷനിലെ ഗേറ്റിൽ ടാപ്പ് ചെയ്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. അതേപോലെ തന്നെയാണ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴും. മെട്രോ സ്റ്റേഷനിൽ നോൾ കാർഡ് റീചാർജ് ചെയ്യാനായിട്ട് 2 ഓപ്ഷനുകളാണ് ഉള്ളത്. ഒന്നുകിൽ റീചാർജ് മെഷീൻ വഴി, അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ റീചാർജിങ് കൗണ്ടർ വഴിയും ചെയ്യാവുന്നതാണ്. റീചാർജ് മെഷീൻ വഴിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് നൽകി മിനിമം 20 ദർഹത്തിന് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. എന്നാൽ റീചാർജ് കൗണ്ടർ വഴിയാണെന്നുണ്ടെങ്കിൽ മിനിമം 50 ദർഹംസ് ആണ് ആവുന്നത്. ഓരോ സ്റ്റേഷനിലും നമ്മൾ ഏത് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്, ഇത് ഏത് ലൈനിലാണ്, ഇനി നമുക്ക് മുന്നോട്ട് ഏത് സ്റ്റേഷനുകളാണ് ഉള്ളത്, എങ്ങനെയാണ് ലൈനുകൾ മാറി കയറേണ്ടത് എന്നതിൻ്റെ ഡിസ്പ്ലേ കറക്റ്റായിട്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോയാലോ? ഓരോ പ്ലാറ്റ്ഫോമിലും മുമ്പോട്ടുള്ള സ്റ്റേഷനുകളുടെ പേര്, ട്രെയിൻ വരാൻ എടുക്കുന്ന സമയം, പ്ലാറ്റ്ഫോം നമ്പർ, ട്രെയിനിലെ ഓരോ ക്യാബിനുകളുടെയും പേര് എന്നിവ നൽകിയിരിക്കുന്നു. ഒരു മെട്രോ ട്രെയിനിൽ 3 കമ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത്. 1 വുമൺ ആൻഡ് ചിൽഡ്രൻ, 2 ജനറൽ കമ്പാർട്ട്മെൻറ്റ്, 3 ഗോൾഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ്. ഇതിൽ വുമൺ ആൻഡ് ചിൽഡ്രൻ എന്ന കമ്പാർട്ട്മെൻറ്റിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമാണ് പ്രവേശനം. മറ്റ് ആളുകൾ, അതായത് ആണുങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് 100 ദർഹംസ് ആണ് ഫൈൻ വരുന്നത്. ദുബായിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാർഡാണ് നോൾ കാർഡ്. നോൾ കാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാൻ മറക്കല്ലേ. ഗോൾഡ് ക്ലാസ്സിൽ ഗോൾഡ് കളർ നോൾ കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനം. പ്രീമിയം സീറ്റുകളാണ് ഇതിലുള്ളത്. മാത്രമല്ല മിനിമം ചാർജ് 6 ദർഹംസ് ആണ് ഒരു യാത്രയ്ക്ക് ഒരു സൈഡിലേക്ക് ആവുന്നത്. എന്നാൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ ആർക്ക് വേണമെങ്കിലും കയറാം. വുമൺ ആൻഡ് ചിൽഡ്രൻ ക്യാബിനിലും ജനറൽ ക്യാബിനിലും യാത്ര ചെയ്യാൻ മിനിമം 3 ദർഹംസ് ആണ് ആകുന്നത്. ഈ 2 ക്യാബിനുകളിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു ക്യാബിനിൽ നിന്ന് മറ്റൊരു ക്യാബിനിലേക്ക് ട്രെയിനിനുള്ളിലൂടെ തന്നെ മാറാവുന്നതാണ്. എന്നാൽ ഗോൾഡ് ക്ലാസിന്റെ ക്യാബിൻ മറ്റ് ക്യാബിനുകളിൽ നിന്ന് ഒരു ഡോറിനാൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ട്രെയിനിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് ക്യാബിനിലാണ് എന്നും സ്റ്റേഷനുകളുടെ പേരും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റേഷൻ, അടുത്ത സ്റ്റേഷൻ ഏതാണ് എന്നും അനൗൺസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തെറ്റിപ്പോകുന്നൊരു പേടിയുടെ ആവശ്യമേ വേണ്ട. എല്ലാ ട്രെയിനിലും ഫുള്ളി എയർ കണ്ടീഷൻഡും ഫ്രീ വൈഫൈ സൗകര്യവും നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ മാപ്പ്, സൈൻ ബോർഡുകൾ, എമർജൻസി സ്വിച്ചുകൾ, എമർജൻസി സമയത്ത് ട്രെയിൻ ഓപ്പറേറ്റേഴ്സിനോട് സംസാരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിൽ നൽകിയിരിക്കുന്നു. ട്രെയിനിൽ എപ്പോഴും അറിയിപ്പുകൾ അറബിയിലും ഇംഗ്ലീഷിലുമാണ് നൽകുന്നത്. ജോലിക്കോ ഷോപ്പിങ്ങിനോ അതുമല്ല സ്ഥലങ്ങൾ കാണാൻ പോകണോ? ദുബായ് മെട്രോ ആണ് ഏറ്റവും അഫോർഡബിളും ഫാസ്റ്റും ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. ജസ്റ്റ് ടാപ്പ്, റൈഡ് ആൻഡ് എക്സ്പ്ലോർ ദുബായ് വിത്ത് ലെസ് ബഡ്ജറ്റ്. ദുബായ് മെട്രോയുടെ യാത്രാവിശേഷങ്ങളും സ്പെഷ്യാലിറ്റികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ദിസ് ഈസ് സൗമ്യ സൈനിങ് ഓഫ്. Until then, take care. Bye bye.